ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലെഫ്റ്റ് ആരോ. ഓക്കെ, ഹാപ്പി മൺഡേ. ഓക്കെ, മൺഡേ ആയി അല്ലേ? ഫെബ്രുവരിയും കഴിയാറായി. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ദിവസങ്ങൾ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് ഗൈഡൻസ് ചെയ്യാൻ കുറച്ച് മെസ്സേജസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ ലൈക്ക് മീൻസ് മെസ്സേജസ് തരാം, നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് മെസ്സേജ് ആയിട്ട് തരാം. ആൻഡ് വേറെ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഈ ബോട്ടിൽ കണ്ടിട്ടൊന്നും തോന്നണ്ട കേട്ടോ. ഓക്കെ, ഞാനിത് വേണം വെച്ചതാണ്, എനിക്ക് കളയാൻ തോന്നിയില്ല. ആക്ച്വലി ഇത് ജസ്റ്റ് അതാ നമ്മുടെ ബോക്സാണ്. ഇതിങ്ങനെ ഗ്യാസിൻ്റെ അടുത്തിരുന്നിട്ട് ഒരു ചൂട് കാരണം ഇങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, ബട്ട് എനിക്കത് കണ്ടപ്പോൾ ഒരു സ്റ്റൈല് തോന്നി. ഞാൻ വിചാരിച്ചു ഇതും ഒരു സ്റ്റൈൽ തന്നെയല്ലേ. അപ്പം എന്തോ ചുമ്മാ ഞാൻ ഇതിൽ കുറച്ചിങ്ങനെ ഇതിങ്ങനെ ഇവിടെ ഫോർച്യൂൺ കുക്കീസ് കിട്ടും. ഇവിടുത്തെ ഈ ചൈനീസ് ഹോട്ടലിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫോർച്യൂൺ കുക്കി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ചൈനീസുകാരുടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഞാൻ പിന്നെ ഒരിക്കൽ വല്ലപ്പോഴും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേപ്പർ ഉണ്ടാവും. പേപ്പറിൽ നമ്മൾ മെസ്സേജസ് ആണ് ഫോർച്യൂൺ, നമ്മുടെ അതായത് ഡെയിലി ഒരു മെസ്സേജ് എടുക്കുന്ന തരത്തിൽ. ഓക്കെ, ആ കുക്കി പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് പോലെയാണത്. അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പേപ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പേപ്പർ എടുത്തതിലൊരു മെസ്സേജ് നമുക്ക് ഉണ്ടാവും. അത് ലക്കി മെസ്സേജ് എന്ന് പറയാം. അത് വായിക്കാം, എൻ്റെ ആ കുക്കി തിന്നാം, ബിസ്ക്കറ്റ് തിന്നാം, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഞാനിത് കുറച്ചെണ്ണം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ വെച്ചു, അപ്പോൾ അതിനെ ഇടാൻ ഞാൻ ഈ ഒരു ബോക്സ് ഇങ്ങനെ ഒരു വെറുതെ ചുമ്മാ ഒരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ വട്ട് അല്ലേ, ഇതിങ്ങനെ ചൂട് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഒരു ഭംഗി തോന്നി. അത് ഞാനതിങ്ങനെ എടുത്തു വെച്ചു. ഓക്കെ, സോ അതുകൂടി നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ആൻഡ് കുറച്ച് ഗൈഡൻസ് മെസ്സേജസ്. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജ് എന്താ വരുന്നത്, യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട് ഈ വീക്കിലേക്ക്, ഈ ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ്. ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഈ വരുന്ന ഒരു നെക്സ്റ്റ് 7 days അല്ലെങ്കിൽ ഒരാഴ്ച, ഈ ആഴ്ച എന്നെടുത്തോളൂ, നിങ്ങൾ കാണുന്ന സമയം തൊട്ടുള്ള മെസ്സേജസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഡൗ സ്പിരിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആദ്യം സമാധാനമായിട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, സമാധാനം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന് പറയാം, പീസ് വരുന്നുണ്ട് എന്ന് പറയാം. ഡൗവിനെ പോലെ ആവുക എന്ന് വെച്ചാൽ പ്രാവിനെ പോലെ ആവുക നിങ്ങൾ. അതായത് സമാധാനം എന്നുള്ള റെപ്രസെൻറ്റേഷൻ അല്ലേ നമ്മൾ പ്രാവിനെ പറയാം അല്ലേ. സോ നിങ്ങൾ അതുപോലെ പീസ്ഫുൾ ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എന്ത് സിറ്റുവേഷൻ വന്നാലും ഒരുപാട് ആങ്ഷ്യസ് ആവാതെ, ഒരുപാട് സ്ട്രെസ് ആവാതെ അവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രീത്ത് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നല്ല ഡീപ് ബ്രീത്ത്സ് എടുത്ത് ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, സോ ആദ്യം നിങ്ങളോട് ഇന്ന് പറയുന്ന അതാണ്. എന്നിട്ട് ഈ ഒരു ആഴ്ച നിങ്ങൾ ഐ തിങ്ക് ഒന്ന് ശാന്തത മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നമ്പർ 21 ആണ്. സോ 3 ആണ് ടോട്ടൽ. 3 എന്ന് പറയുമ്പോഴും നമുക്കൊരു സ്പിരിച്വൽ എന്ന നമ്പറിൽ എടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മെഡിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കാം മാക്സിമം. ആൻഡ് സമാധാനം ചൂസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ആരെങ്കിലും ആയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും, ആരെങ്കിലും നിങ്ങൾ ട്രിഗർ ചെയ്താലും ശരി, ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് സീ ഹോഴ്സ് സ്പിരിറ്റ് ആണ്. വാച്ച് ആൻഡ് വെയിറ്റ്. ഓക്കെ, അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ മനസ്സിലായില്ലേ? നിങ്ങളോടിപ്പോൾ പറയുന്ന ഒന്നും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോണ്ട, ആരോടും ഒന്നും പറയാൻ പോണ്ട, ഒന്നും ചെയ്യാൻ പോണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യം നോക്കുക, സമാധാനമായിട്ട് നിങ്ങളിരിക്കുക, വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയാം. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഇരുന്നാൽ മതി. നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്യട്ടെ. ഓക്കെ, അതിനുള്ള സ്പേസ് കൊടുക്കൂ, സമയം കൊടുക്കൂ. ഓക്കെ, യൂണിവേഴ്സ് ചെയ്യട്ടെ ചില കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്ന തൽക്കാലം ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് വാച്ച് ആൻഡ് വെയിറ്റ്. ഇപ്പോൾ 2 കാർഡും ഒരുവിധം ഒരേ കാര്യം പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എന്തെങ്കിലും നിങ്ങൾ കാണുന്നതെല്ലാം ഒബ്സർവ് ചെയ്യുക, നോക്കുക, മനസ്സിലാക്കുക. അത് മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, 53. സോ നമ്പർ 8 ആണ്. 8 നമ്മുടെ ഇൻഫിനിറ്റി നമ്പർ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റെബിലിറ്റിയുടെ നമ്പറും ഒക്കെയാണ്, അബണ്ടൻസിൻ്റെ നമ്പറാണ്. എനിക്ക് എന്തായാലും ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ടിരിക്കൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓക്കെ, അഗെയിൻ 8 വന്നിട്ടുണ്ട്. ഓക്കെ, ക്രോ സ്പിരിറ്റ് കോ ക്രിയേറ്റ് വിത്ത് ദ സ്പിരിറ്റ്. ഓക്കെ, അഗെയിൻ സെയിം തിങ്. എന്തോ നിങ്ങളോട് ലൈക്ക് ഇവിടെ ആക്ഷൻ എല്ലാം കാണുന്ന ഈ ആഴ്ച. എനിക്ക് നിങ്ങളോട് പറയുന്നത് വളരെ ജസ്റ്റ് ചുമ്മാ നിങ്ങൾ വിട്ടുകൊടുക്കുക, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് ജസ്റ്റ് എന്താണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് നിങ്ങൾ അത് മാത്രം ചെയ്തു പോവാം. ഇനി നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ജസ്റ്റ് കാണുക, മനസ്സിലാക്കുക, നോക്കുക. ഓക്കെ, ഒബ്സർവേഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക്. അഗെയിൻ 8 ആണ്. 8ഉം ഇൻഫിനിറ്റിയുടെ നമ്പർ. ഐ തിങ്ക് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അത് എൻഡ് ആയിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനിയും ഐ തിങ്ക് ആ സിറ്റുവേഷൻ ഐ തിങ്ക് കുറച്ച്
വീണ്ടും അത് വരും നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, എന്തെങ്കിലും വിട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അവസാനിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് ഐ തിങ്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് സൊല്യൂഷൻ അതിൻ്റെ എത്തും. ഓക്കെ, ഐ തിങ്ക് എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്ത്. 8 നമ്പർ അഗൈൻ. ഓക്കെ, 8 നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ തൽക്കാലം യൂണിവേഴ്സ് ഇപ്പോൾ ചില സമയത്ത് നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ യൂണിവേഴ്സ് ചെയ്യിപ്പിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും, അതായത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചില കാര്യങ്ങൾ. ഓക്കെ, അത് ചെയ്യുക ആൻഡ് ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്ന രീതിക്കാണ്. പക്ഷെ കൂടുതലും എനിക്ക് ശാന്തമായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. യൂസ് യുവർ മൈൻഡ് വൈസ്ലി. 47 നമ്പർ 11 അല്ലേ, 11. സോ 2 ആണ് നമ്പർ. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ ബാലൻസ് ആൻഡ് യൂസ് യുവർ മൈൻഡ് വൈസ്ലി. യെസ്, നിങ്ങൾ ഓവർ ഇമോഷണലായിട്ട് പോകരുത്. ഓക്കെ, ഇമോഷണലായിട്ട് പോവാതെ നിങ്ങൾ അവനവൻ്റെ ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആ ഇമോഷൻസിനെ ഒന്ന് ബാലൻസ്ഡ് വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചില സമയത്ത് ഇമോഷണൽ ആകുമ്പോൾ എന്താണ്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ കരച്ചിൽ സംതിങ് എന്തെങ്കിലും ഒന്ന് വരും അല്ലേ. ആ ഇമോഷണലായിട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ്. സോ യൂണിവേഴ്സ് പറയുന്നത് ബാലൻസ് വെക്കുക. ഇപ്പം തൽക്കാലം ഇവിടെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങളതിനെ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്കത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ച് 2 തരത്തിലും ചിന്തിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളുടെയും 2 വശം മനസ്സിലാക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കുക, അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, വൈസ്ലി എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു ചാടി റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ആൻഡ് നിങ്ങളെല്ലാം മനസ്സിലാക്കാനാണ് ഇപ്പോൾ പറയുന്നത്. വൈസ്ലി. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നോ യുവർ വർത്ത്. സ്കങ്ക് സ്പിരിറ്റ്, നോ യുവർ വർത്ത്. 54. ഓക്കെ, 9 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 9. ഓക്കെ, സ്പിരിച്വൽ നമ്പറായിട്ട് നമുക്ക് എടുക്കാം, ലക്കി നമ്പർ എന്ന് പറയാം. ഓക്കെ, സ്കങ്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു അനിമൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐ തിങ്ക് അറിയായിരിക്കും നിങ്ങൾക്കൊക്കെ. ആരെങ്കിലും ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഡേഞ്ചർ തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു സ്പ്രേ ഇങ്ങനെ പുറത്തു വരും. ഇങ്ങനെ ശരിക്കും സ്പ്രേ ചെയ്യുമെന്ന് തന്നെയാണ്. അതിങ്ങനെ ഭയങ്കര നാറ്റമാണ് അതിന്. എനിക്ക് വളരെ ലൈക്ക് ദുർഗന്ധം. ദുർഗന്ധം നമുക്ക് അതിൻ്റെ അടുത്ത് പോലും, പിന്നെ ആ ഏരിയയിൽ എവിടെയും ആരും വരില്ല, അത്രയ്ക്ക് ദുർഗന്ധമായിരിക്കും. ലൈക്ക് അത്രയും ദൂരെ വരെ അതിൻ്റെ ആ ഒരു ദുർഗന്ധം സ്പ്രെഡ് ചെയ്യും. സോ ഇവിടെ ഇതിനെ നിങ്ങൾ വേറെ രീതിയിലെടുക്കാം. നോ യുവർ വർത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ളത് ഇത് വേണം വെച്ച് ചെയ്യൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിനെ ആരെങ്കിലും പേടിപ്പിച്ചാൽ, ഓക്കെ, ഈ സ്കങ്കിനെ ആരെങ്കിലും പേടിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ആ സമയത്താണ് അത് ദുർഗന്ധം അതിങ്ങനെ പുറത്തു വിടാം. ഓക്കെ, പേടിച്ചിട്ട് ചെയ്യും ചില സമയത്ത്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യും. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതായത് നോ യുവർ വർത്ത്, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബൗണ്ടറി വെക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും നല്ലതല്ലാത്ത ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ബൗണ്ടറി വെക്കാൻ നിങ്ങൾ പഠിക്കാം. ആദ്യം പക്ഷെ നിങ്ങളുടെ വർത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കാം. ഓക്കെ, ഇത് സ്കങ്ക് ഒരിക്കലും ഒരു മോശം അനിമലൊന്നും വരാം, നല്ലൊരു അനിമലാണ്. പക്ഷെ അതിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദുർഗന്ധം വിടുന്നു മാത്രം. ഓക്കെ, സോ നിങ്ങളോടും അതാ പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നു, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ബൗണ്ടറി വെക്കണം എന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യുക എന്നുകൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവനവൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ വേറെ വോൾഫ് സ്പിരിറ്റ്, ടേൺ നോളജ് ഇൻ ടു വിസ്ഡം. യെസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക, എല്ലാം മനസ്സിലാക്കി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണോ വേണ്ടേ നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, ആരുടെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം, ആരാണ് നിങ്ങൾക്ക് നല്ലത്, ആരാണ് നല്ലത്, എന്താണ് ചീത്ത എന്താണ്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ നോളജ്, ഓക്കെ, നിങ്ങളുടെ അറിവുകളെ അത് നല്ല രീതിയിൽ, പക്ഷെ എവിടെയും പറഞ്ഞത് മൈൻഡ്, യൂസ് യുവർ മൈൻഡ് വൈസ്ലി എന്നാണ്, ഇതും വിസ്ഡം എന്നാണ്. സോ എവിടെയോ നിങ്ങൾക്ക് അറിവുകൾ കിട്ടുന്നതിനെ നിങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ അതിനെ യൂസ് ചെയ്യുക. ഓക്കെ, അത് മെയിൻലി ഇതാണ് ഐ തിങ്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ആരാണ് നിങ്ങൾക്ക് നല്ലത്, ആരാണ് നല്ലതല്ലാത്തത്, ഏത് സിറ്റുവേഷനാണ് നല്ലത്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ഇവിടെ അറിവുള്ളൊരു വ്യക്തി എന്ന രീതിക്ക് നമുക്ക് കുറേ അറിവുകൾ ഐ തിങ്ക് കിട്ടുന്ന ഒരു സമയമാണ്. ആക്ച്വലി ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയില്ല, എല്ലാം കണ്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടികിട്ടും, മനസ്സിലാവും, യൂണിവേഴ്സ് കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ഇവിടെ 6+7 67 ആണ്. ഓക്കെ, 67 നിങ്ങളുടെ എന്തെങ്കിലും ആയിരിക്കാം നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഓക്കെ, 67 ടോട്ടൽ നമ്മുടെ 13 അല്ലേ, 13 ആണ്, 4 ആണ്. സോ സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ദിസ് നമ്പേഴ്സ് നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ. കൊയോട്ട് സ്പിരിറ്റ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡിറ്റോഴ്സ്. യെസ്, 16 ആണ് നമ്പർ ഇവിടെ, 16 അല്ലെങ്കിൽ 7 എന്ന് പറയാം. ഓക്കെ, കൊയോട്ട് പറഞ്ഞാൽ
ഈ അനിമലിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. എനിവേ, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡിറ്റൂൾസ്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചില നിങ്ങളുടെ ഡയറക്ഷൻ തിരിച്ചു വിടുന്നുണ്ടാവും. പക്ഷെ ആ എന്തെങ്കിലും നിങ്ങൾ മീൻസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കില്ല നടക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചായിരിക്കില്ല നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, അതിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം നിങ്ങളെ വേറെ എങ്ങോട്ടോ, യൂണിവേഴ്സ് നിങ്ങളെ വേറെ എങ്ങോട്ടോ തിരിച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് ഡിവൈനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ബെറ്റർ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഡിവൈൻ ചിലത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അത് മനസ്സിലാക്കി ഡിവൈൻ നിങ്ങളെ മാറ്റിവിടുകയാണ്. ഈ വഴിക്ക് പോകണ്ട, വേറെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് മാറ്റിവിടുകയാണ്. ഓക്കെ, ബോബ് കാറ്റ് സ്പിരിറ്റ്, ലൈഫ് ഇസ് എ മിസ്റ്ററി. ഓക്കെ, നിങ്ങളുടെ ലൈഫിന് തൽക്കാലം ആക്ച്വലി 8 വന്നു. ഓക്കെ, 8 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഓക്കെ, ലൈഫ് ഇസ് എ മിസ്റ്ററി. ഓക്കെ, ലൈഫ് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുന്നത് തൽക്കാലം ശാന്തമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്ത് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ സ്റ്റെപ്സ് എടുക്കാൻ ഇപ്പം ഐ തിങ്ക് ഇപ്പം ആക്ഷൻ്റെ സമയമല്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ്, നോളജ് ഗെയിൻ ചെയ്യേണ്ട സമയമാണ്, കാര്യങ്ങൾ വ്യക്തമായിട്ട് റിയലൈസ് ചെയ്യേണ്ട സമയങ്ങളാണ്. ഓക്കെ, ലൈഫ് ഇനി മുന്നോട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അതെല്ലാം ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കും എന്നോട് പറയാം. സ്കാരബ് ബീറ്റിൽ സ്പിരിറ്റ്, മാജിക് വർക്ക്സ് ത്രൂ യു. ഓക്കെ, 52 ആണ് നമ്പർ, 7 എന്ന് കാണുന്നുണ്ട്. 7 ആവാം. ഓക്കെ, 52 നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാം. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നെ കഴിവുണ്ട് എന്തും ചെയ്തെടുക്കാൻ. ഓക്കെ, ലൈക്ക് ശരിക്കും ഈ പിക്ചർ നോക്കിയാൽ തന്നെ ഇതൊരു തരം നമ്മുടെ ബീറ്റലിന് എന്താ പറയുക, വണ്ട് അല്ലേ, വണ്ട്, ഒരു തരത്തിലുള്ള വണ്ടാണിത്. ഈ വണ്ടിൻ്റെ ഇത് കണ്ടോ, മേലെ കണ്ടോ, ഇത്ര പിക്ചേഴ്സാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. ശരിക്കും ഒരു തരത്തിൽ മാജിക്കൽ ക്രീച്ചർ എന്ന് പറയാം. ഓക്കെ, ആ വണ്ടിന് ശരിക്കും എന്തൊക്കെയോ കഴിവുണ്ട് എന്ന രീതിക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് എന്നെടുത്തോളൂ. ഓക്കെ, ആ ഒരു എന്തും ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അത് നേടാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. മാജിക് വർക്ക്സ് ത്രൂ യു എന്നാണ് പറയുന്നത്. അല്ലാണ്ട് മാജിക് എന്ന് പറയുമ്പോൾ തനിയെ എങ്ങനെ എവിടെയെങ്കിലും പൊട്ടിമുളച്ച് വരുന്ന സാധനമല്ലല്ലോ, അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് കൂടി ഉള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മോത്ത് സ്പിരിറ്റ് സറണ്ടർ നോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തൽക്കാലം നിങ്ങൾ സറണ്ടറിങ്. ആക്ച്വലി ഒരു 5 കാർഡിൽ എനിക്ക് കൂടുതൽ റെഡ് റെപ്രസെൻറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ ജസ്റ്റ് അങ്ങനെ തോന്നി, റൂട്ട് ചക്രയുടെ കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, സോ എനിവേ, സറണ്ടർ നോ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, യൂണിവേഴ്സിനെല്ലാം വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇരുന്നോ, ഒബ്സർവ് ചെയ്യുക, കാണുക, മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്, ദറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തന്നെ മേലെ വരാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിവിടെ നമ്പർ ഇത് 39 ആയിരുന്നു. 39 നിങ്ങളുടെ ഡേറ്റ് ആയിരിക്കാം, ഏജ് ആയിരിക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും ഒരു മാച്ച് നിങ്ങൾക്ക് തോന്നാം. 3 and 9 അങ്ങനെ തോന്നാം. ഓക്കെ, ഓക്കെ 12 ടോട്ടൽ. ഓക്കെ, 12 ടോട്ടൽ, അപ്പോൾ 3 എന്നും പറയാം. ഓക്കെ, നത്തിങ് ഈസ് വേസ്റ്റഡ് നമ്മുടെ ഇവിടെ. ഒന്നും നമ്മുടെ ലൈഫിൽ എന്ത് അനുഭവങ്ങളും ഒരിക്കലും അതൊരു വേസ്റ്റ് അല്ല. എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ലെസൺസ് ആയിരിക്കും. ഓക്കെ, നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, എല്ലാം നമുക്ക് ലെസൺസ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്കിന്ന് മറ്റേ ലക്കി മെസ്സേജസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഫോർച്യൂൺ, നിങ്ങളുടെ ഫോർച്യൂൺ എന്നാണ് പറയുക അതിന്. ഓക്കെ, ഓൺലി ദ വൈസസ്റ്റ് ആൻഡ് സ്റ്റുപ്പിഡസ്റ്റ് ഓഫ് മെൻ നെവർ ചേഞ്ച്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇവിടെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മാറണം എന്നാണ് പറയുന്നത്. 2 ആൾക്കാരാണ് തീരെയും മാറാത്ത ആൾക്കാർ എന്നാണ് പറയുന്നത്. ഒന്ന്, എല്ലാ നോളജും എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ. ഓക്കെ, അതും തോന്നൽ, ലൈക്ക് എനിക്കെല്ലാം അറിയാം എന്ന് തോന്നുമ്പോൾ അവരൊരിക്കലും മാറില്ല അല്ലേ. ആൻഡ് വേറൊരു കാര്യം, ഏറ്റവും ഒന്നും അറിയാത്ത ഒരാളും. ഓക്കെ, അവരും മാറുകയില്ല, ചേഞ്ച് ആവുകയില്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഇപ്പം നോളജ് ഗെയിൻ ചെയ്യാനാണ്. സോ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇതിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ട്രസ്റ്റ് വയ്ക്കുക യൂണിവേഴ്സിന് മേലെ, എല്ലാം നല്ലത് നടക്കുമെന്ന്. പക്ഷെ എന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് കൂടിയിരിക്കണം, നമ്മൾ തയ്യാറായിട്ട് കൂടിയിരിക്കണം. എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ കൂടി അതിനെ ഡീൽ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം എന്നുകൂടി. ടൈം മേക്സ് വൺ വൈസ്, ആസ്ക് അഡ്വൈസ് ഫ്രം സമ്മൺ ഓൾഡർ തന്നെ. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് അഡ്വൈസ് ആരോടെങ്കിലും എടുക്കാൻ. എന്തെങ്കിലും നിങ്ങൾ സിറ്റുവേഷൻ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ സ്റ്റക്കായിട്ട് തോന്നുന്നു, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി ടേൺ വിസ്ഡം ഇൻടു നോളേജ് എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ മേ ബി കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു അഡ്വൈസ് കൂടി ആയിരിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ചേരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും ഹെൽപ്പ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും.
ഓക്കെ, എ ചിയർഫുൾ ലെറ്റർ ഓർ മെസ്സേജ് ഈസ് ഓൺ ഇറ്റ്സ് വേ ടു യു. ഓക്കെ, ഒരു നല്ലൊരു ഹാപ്പി മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസാണ്. നിങ്ങൾക്ക് ലൈക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ്, അതിപ്പോൾ ജോലിയുടെ കാര്യത്തിലാവാം, സിറ്റുവേഷൻസിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹാപ്പി മെസ്സേജ്, നിങ്ങളെ ഒരു പോസിറ്റീവ് ആക്കുന്ന തരത്തിലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് യുവർ ഡിയറസ്റ്റ് വിഷ് വിൽ കം ട്രൂ. യെസ്, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുമെന്നാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സിറ്റുവേഷൻ ഇപ്പം എന്തായാലും നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഐ തിങ്ക് കൊണ്ടുതരും. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ഇസ് നിയർ. ഐ തിങ്ക് നിങ്ങൾ കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ലൈഫിനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ലോകം എങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെയാണ്, പല കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങൾ പഠിക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. നിങ്ങൾക്ക് ഐ ഹോപ്പ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസം എടുക്കണം എന്ന് വിചാരിച്ചത്, കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയായിരുന്നു. കുറേ കാലമായിട്ട് ആക്ച്വലി കളക്ഷൻ ഇപ്പോഴാണ് ഒന്ന് എടുക്കാൻ പാകത്തിന് കുറച്ചെങ്കിലും ആയത്. ഓക്കെ, എനിവേ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.